ഞങ്ങളുടെ നാട് അങ്കമാലി പോലെ തന്നെയാണ്. കുന്നംകുളമാണ് എൻ്റെ നാട്. അപ്പോൾ അവിടെ സാധാരണ എല്ലാവരും പറയാറ് കഥകളി ഉണ്ട് എന്ന് കേട്ടാൽ ഞങ്ങൾ പോകും. കഷ്ടം തന്നെയാണ് സംഭവം. പക്ഷേ അതിന് ഒരു രൂപം ഉണ്ടാക്കുക. ഈ രൂപം ഉണ്ടാക്കുന്നത് മനസ്സിലാവാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇനി ഇതിപ്പോ നിശബ്ദ സിനിമ കാണുന്ന പോലെയാവും. ഇതിന് ശബ്ദം നൽകുന്നത് നടന്റെ വാക്കായി പ്രവർത്തിക്കുന്നത് വാദ്യമേളങ്ങളും ഗായകരും. അപ്പൊ ഇവിടെ കഷ്ടം എന്ന് കാണിക്കുന്ന മുദ്രയ്ക്ക് ജീവൻ വരുന്നത് ചെണ്ടയും മദ്ദളവും താളവും ചെയ്യുന്നത്. അപ്പൊ അതിന് വരുന്ന വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇത്രയൊന്നും സമയം എടുക്കാൻ ചിലപ്പോൾ കഷ്ടം പറയില്ലേ? ഇതിപ്പോ കഷ്ടേ എന്നല്ലേ ഇതല്ല കഷ്ടം എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ഈ നമ്മുടെ ഭാഷയിൽ ഈ താളക്രമം കൊണ്ട് വരുന്ന മാറ്റം പോലെ കഥകളിയിലും താളത്തിന്റെ വ്യത്യാസം കൊണ്ട് ഭാവമാറ്റം വരുത്തിയിരിക്കും. ഈ മുദ്രകൾ ചെയ്യുമ്പോൾ പല മുദ്രകളും നമുക്ക് ചില പരിചിതങ്ങളായ ചിത്രങ്ങൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ ചലനങ്ങളുടെ പ്രത്യേകത കാണിക്കുന്ന ഞാൻ മുദ്ര കാണിക്കാം. ഇവിടെ താമര എന്ന് തോന്നാൻ വേണ്ടി ഉപയോഗിച്ച തന്ത്രം താമരയുടെ ചിത്രം, താമരയുടെ രൂപം നോക്കറിയാം. ആ രൂപത്തിനോട് സാദൃശ്യമുള്ള വെള്ളികളുടെ ചലനങ്ങളാണ്. ഇനി ഈ താമരയിലേക്ക് ചലനം അല്ലേ? അപ്പൊ ഒന്ന് വസ്തുവിന്റെ രൂപമായിരുന്നു, അടുത്ത വസ്തുവിന്റെ ചലനം. ഇനി വേറെ മുദ്ര. എന്താ തോന്നി? കണ്ണാൻ തോന്നി. അതെന്തുകൊണ്ടാ തോന്നി? ഇത് ഇവിടെ കണ്ണാൻ തോന്നാൻ കാരണം ഇത് ഇവിടെ കാണിച്ചാൽ ഭസ്മം ഇടാൻ പറ്റും അല്ലേ? ഇത് ഇവിടെ വെച്ച് കണ്ണിന്റെ സ്ഥാനത്ത് കാണിച്ചുകൊണ്ടാണ് കണ്ണാണ് തോന്നിയല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെയാണ് അക്ഷരം എന്നെ കാണിക്കാം. വസ്തുവിന്റെ രൂപം, സ്ഥാനം, ചലനം. എന്താ ചെയ്യാ?
അച്ഛൻ എന്നുള്ളൊരു ഐഡിയ ചിലർക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ചിലർക്ക് അച്ഛൻ എന്ന് പറയുമ്പോൾ അമ്മനെ കാണുമ്പോൾ ഇങ്ങനെ അല്ലേ, ചിലർക്ക് അച്ഛൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയും, അത് പലതരം അച്ഛന്മാർ. അപ്പൊ അച്ഛനൊരു എന്താ പറയാ ഒരു സ്വഭാവം ഉണ്ടാക്കാൻ പറ്റും അല്ലെ. താമര അല്ലെങ്കിൽ വണ്ട് കണ്ണ് എന്നത് അതിന്റെ മുദ്ര സ്വീകരിച്ച പോലെ അച്ഛൻ എന്നുള്ളതിന് ഇവിടെ മുദ്രാഭാഷയിൽ ഒരു കരാറിലേർപ്പെടുന്നു. അവിടെ അച്ഛൻ എന്ന് കാണിക്കുമ്പോൾ ഇത് കണ്ട അച്ഛന്റെ ചായ അടുത്ത താമരപ്പൂ തോന്നി വണ്ട ഇത് കണ്ട അച്ഛനാ, ഇതിലെവിടെ അച്ഛൻ? അപ്പോഴാണ് നേരത്തെ ചോദിച്ച ചോദ്യം. നമ്മുടെ ഭാഷയിൽ അങ്ങനെ വാക്കിന് രൂപത്തില്ലെങ്കിൽ പോലും നമ്മൾ കരാറിലെത്തും അച്ഛനാണ്. ഇങ്ങനെയാണ് മുദ്രകൾ രൂപപ്പെട്ടത്. അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട്. ഈ ചിത്രം വരച്ച് കാണിക്കുന്നതും സ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അങ്ങനെ മുദ്രകളുണ്ട്. എല്ലാം പരിചയപ്പെടാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നത്. ഇങ്ങനെ മുദ്രാഭാഷയിൽ ഈ ചില ചലനങ്ങൾ ഉച്ചേർക്കുമ്പോൾ അതിന് പൂർണ്ണത. ഇപ്പോ അതിനെ കുറച്ചുകൂടി വിസ്തരിച്ച് അഭിനയിക്കുന്ന രീതി ഇങ്ങനെ കാണിച്ചാൽ ആനയായി. ഇത് ആനയുടെ തുമ്പിക്കൈയും ഇത് ആനയുടെ എന്താ ആണെന്ന്. അപ്പൊ ആന കാണിച്ചാൽ പിന്നെ വാചികം എന്ന് പറയുമ്പോൾ ഇവിടെ ഗായകനും വാദകനും ചേർന്ന് ചെയ്യുക, ഉൾച്ചേർന്ന് ചെയ്യുക അഭിനയം. അപ്പൊ വാചിക അഭിനയം എന്ന് പറയുമ്പോൾ കഥകളി സംഗീതത്തിലെ ശരിക്കും ഭാവസംഗീതം, ഭാവാനുസാരിയായ സംഗീതമാണ്. അപ്പൊ കഥകളിയിലെ സംഗീതം എന്ന് പറയുന്നത് ഇവിടെ ഭാവത്തിനാണ്. അതിലെ സ്വരസ്ഥാനങ്ങൾ കൃത്യമായി വരുന്നതിന് അപ്പുറത്ത് അവിടെ ഉദ്ദേശിക്കുന്ന ഭാവം പ്രദാനം ചെയ്യുമോ എന്നുള്ളതാണ് കാണാനായിട്ട്. അപ്പൊ കഥകളി സംഗീതം ഭാവസംഗീതം. ഇവിടെ നടന്റെ അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ ഭാവത്തിന് അനുഗുണമായ രീതിയിലാണ് അതിന്റെ ആലാപനം. ഒരു ഉദാഹരണം ഇപ്പോൾ കാണിച്ചാൽ ഇപ്പൊ ഈ സൗന്ദര്യത്തിൽ തൈര് ഈ തുള്ളലിന്റെ ഭാഗം കഥകളിയിൽ വരുമ്പോൾ വഴിയിൽ നിന്ന് പോക വൈകാതെ വാനരാജമാണ്. കേട്ടാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലേ? വഴിയിൽ നിന്ന് പോക വൈകാതെ വാനരാജമാണ്. വളരെ സ്നേഹത്തോടെ പറയാൻ മനസ്സിലാവില്ലേ കേട്ടത്? അപ്പൊ ഈ പദത്തിന് പദം കാമ്പോജി എന്ന രാഗത്തിൽ ചെമ്പട എന്നുള്ള താളത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ അവിടെ കാമ്പോജി എന്നുള്ള രാഗപ്രസ്ഥാനത്തിന്റെ ഒരു സുഗമ സഞ്ചാരത്തിനപ്പുറത്ത് ഇവിടെ വീരരസത്തിന്റെ ഒരു എന്താ പറയാ വീരരസം ഉത്പാദിപ്പിക്കുന്നതിന് ആണ് കൂടുതൽ സൃഷ്ടിക്കുന്നത്. അവിടെ ആ പാട്ട് പാടുമ്പോൾ ഗായക സൃഷ്ടി. അപ്പൊ വഴിയിൽ നിന്ന് പോക വൈകാതെ ആദ്യം മുദ്ര പരിചയ വഴിയിൽ നിന്ന് പോക വൈകാതെ
വാനരൻ വാനരാധവ എന്ന് കാണിച്ച് ഗായകൻ വീണ്ടും പോക എന്ന് പറയുമ്പോൾ നടൻ കണ്ണോട്ട് മാത്രം പോക എന്ന് കാണിച്ചു. അത് കഴിഞ്ഞ് പോകായിൽ നിന്നെ എന്ന് ഗായകൻ പാടുന്നതിനൊപ്പം കാണിച്ച് ഒരു കലാശം വട്ടം വെച്ച് കലാശം. അവിടെ ആ ധീരോദ്ധതനായ നായകന്റെ അപ്പോഴത്തെ അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കലാശമുണ്ട്. അപ്പൊ മൊത്തം ആ വീരരസത്തിന്റെ ഒരു എന്താ പറയുക ഉത്പാദനത്തിന് വേണ്ടി ഇവിടെ ചില രംഗത്ത് അത് നമുക്ക് കണ്ടുനോക്കാം അല്ലേ.